അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു. സ്നേഹമുള്ള പഠിതാക്കളെ, 44-ാം അധ്യായം സൂറത്തു ദുഖാൻ തുടരുകയാണ്. ഇന്ന് 23 മുതൽ 29 വരെയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. फिर से फ़अस्री रा पे क्या है? किस तरह पढ़ेंगे इसको? फिर से पढ़ें. वत्रुकिल बहर रहवा इन्नहुम जुंदुम मुग़रक़ून. कम तरकू मिन जन्नातिन वउयून. वज़ुरूዕ वमक़ाम करीम. वनअमत कानू फीहा फाकिहीन. كذلك وأورثناها قوما آخرين. فما بكت عليهم السماء والأرض وما كانوا منظرين. പ്രിയപ്പെട്ട പഠിതാക്കളെ, 17-ാമത്തെ ആയത്ത് മുതൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുക. ഫിറഔനിൻ്റെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളും ബനു ഇസ്രായേലിയരെ അടിമകളാക്കി വെക്കരുത് എന്നും നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, പൊങ്ങച്ചെന്നടിക്കരുത് എന്നും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ഫിറഔനിൻ്റെ മുമ്പിൽ, അവിടുത്തെ ജനതയുടെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം പ്രദർശിപ്പിക്കുകയാണ്, പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തെളിവുകൾ കൊടുക്കുമ്പോഴും അതിനൊക്കെ ദുർന്യായവും തട്ടുത്തരും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും അധർമ്മത്തിൽ തന്നെ തുടരാനാണ് അവരുടെ നിലപാട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ദുആ ചെയ്ത്, പടച്ചവനെ, ഇവർ കുറ്റവാളികളായ ആൾക്കാർ തന്നെയാണല്ലോ, എന്താണ് ഇപ്പോൾ ചെയ്യുക, ഒരു സഹായം തരണേ എന്ന നിലക്ക് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള പഠിച്ചു കഴിഞ്ഞതിൽ അവസാനത്തെ ആയത്തായ 22-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു, ഫദഅ റബ്ബഹു അന്ന ഹൗലാഇ ഖൗമുൻ മുജ്രിമൂൻ, ഇവർ കുറ്റവാളികളായ ആൾക്കാരാണല്ലോ റബ്ബേ, അതുകൊണ്ടൊരു സഹായം വേണമെന്ന് അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. അതാണ് 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. ഫ അസ്രി, ആകയാൽ നീ രാത്രിയിൽ പുറപ്പെട്ടു കൊള്ളുക, രാത്രിയിൽ സഞ്ചരിച്ചു കൊള്ളുക. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള സഞ്ചാരം, അസ്ര പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അസ്ര, ഫ അസ്ര, ആകയാൽ നീ രാത്രിയിൽ സഞ്ചരിച്ചു കൊള്ളുക, അല്ലെങ്കിൽ രാത്രിയിൽ പുറപ്പെട്ടു കൊള്ളുക എന്നർത്ഥം. ബി ഇബാദി, എൻ്റെ അടിമകളെയും കൊണ്ട്, ബി കൊണ്ട്, ഇബാദി അടിമകൾ, എൻ്റെ അടിമകൾ, ഇബാദ് അടിമകൾ, ഇബാദി എന്ന് പറയുമ്പോൾ എൻ്റെ അടിമകൾ. അപ്പോൾ എൻ്റെ അടിമകളെയും കൊണ്ട് നീ രാത്രിയിൽ തന്നെ പുറപ്പെട്ടു കൊള്ളുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ലൈലൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാണ്, രാത്രിയിൽ തന്നെ പുറപ്പെടുക. ഇന്നക്കും തീർച്ചയായും നിങ്ങൾ,
മുത്തബഊൻ പിന്തുടരപ്പെടുന്നവരാണ്. അതായത് ശത്രുക്കളാൽ പിന്തുടരപ്പെടും. അതായത് നിങ്ങളുടെ പിന്നിലൂടെ ശത്രുക്കൾ വരും. ഇപ്പോൾ രാത്രിയിൽ പുറപ്പെടാൻ ആവശ്യപ്പെടുക. എങ്ങനെ പുറപ്പെടണം? എൻ്റെ അടിമകളെയും കൊണ്ട്, അടിമകളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ബനു ഇസ്രായേലിയരാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികളെയുമായി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന, ഇസ്രായേൽ സന്തതികളെയുമായി നീ രാത്രിയിൽ തന്നെ ഈ നാട് വിട്ടേക്കുക, മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു കൊള്ളുക എന്നാണ് കൽപ്പന. അത് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കൽപ്പനയൊക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ആ ഭാഗത്തേക്ക്, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഭാഗത്തേക്ക് ബനു ഇസ്രായേലിനെയും കൂട്ടിയിട്ട് നീ പുറപ്പെട്ടു കൊള്ളുക എന്നാണ്. എല്ലാവരും ഒന്നിച്ച് പോവുകയാണ്. വിശ്വസിച്ചവരുണ്ട് കൂട്ടത്തിലൊക്കെ, കുറേയൊക്കെ ബനു ഇസ്രായേലിയരെ വേണ്ടത്രയൊന്നും വിശ്വാസമില്ലാത്തവർ, ഒരു ജനത ഒന്നായിട്ടാണല്ലോ ഇസ്രായേൽ സന്തതികൾ, ആ കുടുംബം മുഴുവനാണ് പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽ കുറേ വിശ്വാസമില്ലാത്തവരും കൂട്ടത്തിലുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുമായിട്ട് അങ്ങനെ പോകാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുക. അള്ളാഹ് പറയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പിന്തുടരപ്പെടും. അതായത് നിങ്ങളുടെ പിന്നിലൂടെ നിങ്ങളുടെ ശത്രുക്കളായ കിബിത്തി വംശജർ, അല്ലെങ്കിൽ ഫിറഔനിൻ്റെ കുടുംബം, ഫിറഔൻ കിബിത്തി വംശജനാണ്. അപ്പോൾ ഫിറഔനിൻ്റെ കിങ്കരന്മാരും ഫിറഔനിൻ്റെ ജനതയുമൊക്കെ നിങ്ങളെ പിന്തുടരും, ഒപ്പം തന്നെ വരും. നിങ്ങൾ രാത്രി അങ്ങ് പുറപ്പെടുമ്പോൾ, ആരും കാണാത്ത സമയത്ത് പുറപ്പെടുമ്പോൾ നിങ്ങളെ പിന്നാലെ വരൂല എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ പിന്നാലെ തന്നെ ആ ഫിറഔൻ വരും. ഫിറൗനും ഫിറൗനിൻ്റെ പട്ടാളക്കാരും ഒക്കെ നിങ്ങളുടെ പിന്നാലെ വരും. അതാണ് നിങ്ങൾ പിന്തുടരപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശത്രുക്കൾ പിന്തുടരും എന്നർത്ഥം. അപ്പോൾ ശത്രുക്കൾ നിങ്ങളെ പിന്തുടരും, നിങ്ങൾ പോയിക്കൊള്ളുക, ഭയപ്പെടേണ്ട, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നാലെ ഇങ്ങനെ വരെ കാണുമ്പോൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ അള്ള എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. നിങ്ങൾ പോയിക്കോളി, രാത്രി തന്നെ പുറപ്പെട്ടോളൂ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാവുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം ഇസ്രായേലിയരുമായിട്ട് പുറപ്പെടുകയാണ്. നേരെ പുറപ്പെടുന്ന ചെങ്കടലിൻ്റെ ഭാഗത്തുകൂടെ, ചെങ്കടൽ മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അങ്ങനെ ചെങ്കടലിൻ്റെ അടുത്തെത്തുന്നു. മൂസാ നബിയിൽ വിശ്വസിച്ചവരും ചിലപ്പോൾ വിശ്വസിക്കാത്തവരും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ആ ബനു ഇസ്രായേലിയരും മൂസാ നബിയും അങ്ങനെ പുറപ്പെടുന്നു. ചെങ്കടലിൻ്റെ അടുത്തെത്തുന്നു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ നിന്ന് എന്തൊക്കെയോ ആരവങ്ങൾ, ശബ്ദകോലാഹലങ്ങൾ കേട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിറഔനും ഫിറഔനിൻ്റെ പട്ടാളക്കാരും ഇവരെ പിടിക്കാൻ വേണ്ടി പിന്നാലെ വരുന്നുണ്ട്. കടലിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഇവർ സാധാരണ പറയുമല്ലോ, ശത്രുവിനും കടലിനും ഇടയിൽ എന്ന് പറയില്ലേ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ എത്തി. മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫിറഔനും ഫിറഔനിൻ്റെ പട്ടാളക്കാരും, രണ്ടിൻ്റെയും ഇടയിൽ കുടുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ബനു ഇസ്രായേലിയർ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലല്ലോ. ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടു. കാരണം ഫിറഔൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു, അവനും അവൻ്റെ പട്ടാളക്കാരും അടുത്തുകൊണ്ടിരിക്കുന്നു. മുമ്പോട്ട് പോകാനാണെങ്കിൽ ഗത്യന്തരമില്ല, കാരണം കടലാണ് മുമ്പിലുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. തൻ്റെ കയ്യിലുള്ള വടി വിജിത്തായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളതാണല്ലോ. വടി നേരത്തെ കയ്യിലുണ്ട്. അതിന് അമാനുഷികമായ ഒരു കഴിവ് അള്ളാഹു നൽകി. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹു പറയുന്ന സമയത്ത് ആ വടി കൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യം, കൽപ്പിച്ച കാര്യം ചെയ്താൽ അവിടെ അത്ഭുതം സംഭവിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, നീ ആ കടലിലടിക്കുക, ആ കടലിൽ നിന്റെ വടി കൊണ്ട് അടിക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി. അപ്പോൾ നിനക്കവിടെ നല്ല ഉണങ്ങി ചെളിയൊന്നുമില്ലാത്ത നല്ലൊരു പാത അവിടെ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ആ വഴിയിലൂടെ നീ മുമ്പോട്ട് പോയിക്കൊള്ളുക, കടലിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊള്ളുക. എന്നാൽ നിന്റെ പിന്നാലെ തന്നെ നിന്റെ ശത്രുക്കളും അവിടെ വരും എന്നും മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞ കൽപ്പന അനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം കടലിലടിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു. രണ്ട് ഭാഗത്തേക്കും കടൽ വെള്ളം ഇങ്ങനെ ചിറച്ചു നിന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിന്നു. അത് വലിയ പർവ്വതം കണക്കെ, അങ്ങനെയൊക്കെ ഖുർആൻ പറയുന്നത്, വലിയ പർവ്വതം കണക്കെ ഉയരത്തിൽ നിൽക്കുമാറ്. കാരണം സമുദ്രത്തിലെ വെള്ളം രണ്ട് ഭാഗത്തേക്കും അങ്ങ് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗവും വെള്ളം ഇങ്ങനെ ഉയർന്ന് പർവ്വത സമാനമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടിയിലാണ് ഈ സ്വാഭാവികമായിട്ടും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കടലിൻ്റെ അടിയിൽ ചെളിയാണ്, നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഇത്രയും ചെളിയുള്ളത്. അതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണങ്ങിയ പാത, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിൽ നല്ല ഉണങ്ങിയ ഒരു വഴി തന്നെ, അതിവിശാലമായൊരു വഴി അള്ളാഹു സംവിധാനിച്ചു കൊടുത്തു. ഇതൊക്കെ ബനു ഇസ്രായേലിൽ നേരിട്ട് അനുഭവിക്കുക. അതാണ്, ഇതൊരു കഥകല്ല, അവരനുഭവിക്കുകയാണിത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇത് അടിച്ചു, വഴിയുണ്ടായി, കടൽ മാറി നിന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമും ഇസ്രായേലിയരോട് കൽപ്പിച്ചു, പൊയ്ക്കോളൂ, നിങ്ങൾ ഇറങ്ങിപ്പോവാം, നേരെ മുമ്പോട്ട് പോയിക്കോളൂ. എല്ലാവരും അതിലൂടെ ഓടുക, അക്കരയ്ക്ക് ഓടുകയാണ്. അങ്ങനെ ഓടി അപ്പുറത്തേക്ക് കടന്ന് കടലിൻ്റെ അപ്പുറത്തേക്ക് കടന്നപ്പോൾ എന്താണ്, കടലിൻ്റെ അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഇവർ കാണുന്നത്
തങ്ങൾ വന്നിട്ടുള്ള ഇതേ വഴിയിലൂടെ ഫിറഔനും ഫിറഔനിൻ്റെ കിങ്കരന്മാരും കയറി വരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിരുന്ന വീണ്ടും വടി ഒന്നുകൂടെ വടി കൊണ്ട് കടലിൽ തന്നെ അടിക്കുക. അതോടുകൂടെ കടൽ പഴയതുപോലെയാവും. എല്ലാവരും ബനൂ ഇസ്രായേലിയരെല്ലാവരും കരക്ക് കയറിയതോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വീണ്ടും കടലിൽ അടിച്ചു എന്ന അതോടുകൂടെ കടൽ പഴയ സ്ഥിതി പൂർവ്വസ്ഥിതി പ്രാപിച്ചു. അതായത് രണ്ടായി മാറി നിന്നിരുന്ന കടൽ പഴയതുപോലെ ഒന്നായി തീർന്നു. അതോടുകൂടെ ഫിറഔനും ഫിറഔനിൻ്റെ ജനതയും അവിടെ മുങ്ങി നശിക്കുകയും ചെയ്തു. ഈ കാര്യമാണ് 24-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. വത്രുക്കിൽ ബഹ്റ റഹ്വ ഇന്നഹും ജുന്ദും മുഗ്റഖൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പന, വത്രുക്ക് നീ ഉപേക്ഷിക്കുക, അൽ ബഹ്റ കടലിനെ നീ ഉപേക്ഷിക്കുക അഥവാ വിട്ടേക്കുക, റഹ്വൻ അതിനെ ശാന്തമായ നിലക്ക് കടലിനെ നീ വിട്ടേക്കുക. ഉത്തുറുഖ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വിടുക. ബഹ്ർ കടൽ, റഹ്വൻ എന്ന് പറഞ്ഞാൽ ശാന്തമായ അവസ്ഥയിൽ. ഇന്നഹും തീർച്ചയായും അവർ, അതായത് ഫിറഔനും ഫിറൗനിൻ്റെ ആൾക്കാരും, ജുന്തുൻ ഒരു സൈന്യമാണ്, മുഗ്റഖൂൻ മുങ്ങി നശിക്കുന്ന ഒരു സൈന്യമാകുന്നു അവർ. അവരെ നീ വിട്ടേക്ക്, അവർ ഇവരെ മുക്കിക്കൊല്ലും അല്ലാഹു. അങ്ങനെ മുങ്ങി നശിക്കാൻ പോകുന്ന, മുക്കിക്കൊല്ലാൻ പോകുന്ന ഒരു വിഭാഗമാണ് നിന്റെ ശത്രുക്കളായ ഈ ജനത. നീ കടലിനെ ശാന്തമായി വിട്ടേക്കൂ എന്ന് പറഞ്ഞാൽ, കടലിനെ ശാന്തമായി വിടുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലിയരും കടൽ കടന്ന് അപ്പുറത്തെത്തി, ചെങ്കടൽ കടന്ന് അപ്പുറത്തെത്തിയോടുകൂടെ ശത്രുക്കൾ വരുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വീണ്ടും അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ രണ്ട് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പർവ്വത സമാനമായിട്ട് ഇളകിക്കൊണ്ടിരുന്ന, അങ്ങനെയാണ് വെള്ളം അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. വെള്ളത്തിന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഏത് സമയത്തും ഇത് ഇങ്ങോട്ട് തന്നെ ഇടിഞ്ഞു വീഴാം എന്ന രൂപത്തിൽ ഇടിഞ്ഞു വീഴുന്ന, ചലിച്ചുകൊണ്ടിരുന്ന, ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വതത്തെ പോലെ ഇങ്ങനെ ഉണ്ടല്ലോ, വീഴാൻ ഇളകിക്കൊണ്ടേയിരിക്കുന്ന പർവ്വതത്തിന് സമാനമായിട്ടാണ് വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. രണ്ട് ഭാഗത്തും ഇങ്ങനെ അതിശക്തമായിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. എന്നാൽ തമ്മിൽ മുട്ടുന്നില്ല, വഴി അവിടെ ഉണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ് വെള്ളം ആ സമയത്ത്. അതായത് ഇവർ ചെങ്കടൽ കടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമായി ചിറച്ചു നിൽക്കുന്ന വെള്ളം പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്, പക്ഷെ തമ്മിൽ മുട്ടുന്നില്ല. അപ്പോൾ പിന്നെ മൂസാ നബിയോട് പറയുന്ന, അലൈഹി ഇസ്ലാമിനോട് പറയുന്ന, ചെങ്കടലിനെ പഴയതുപോലെ അതിൻ്റെ ശാന്തമായ അവസ്ഥയിലേക്ക് നീ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ കടലിൽ ഒന്നും കൂടെ നീ അടിച്ചോ, അപ്പോൾ അത് പഴയ അവസ്ഥയിലാകും. അതോടുകൂടെ അതിൻ്റെ ആ ശാന്തത, കടലിൻ്റെ രൗദ്രഭാവം പോയി അതിൻ്റെ ശാന്തത കൈവന്നുകൊള്ളും. ഇതാ പറയുന്നത്, വത്രുക്കിൽ ബഹ്റ റഹ്വ ഇന്നക്കും ജുന്തും മുഗ്റഖൂൻ. അവർ നിന്റെ പിന്നാലെ വരുന്ന ആ ശത്രുക്കൾ, മുക്കിക്കൊല്ലപ്പെടുന്ന ഒരു ശത്രു വിഭാഗം തന്നെയാവുന്നു അവർ. അങ്ങനെ അത് സംഭവിച്ചു. ഇവരൊക്കെ ബനൂ ഇസ്രായേലിയർ പുറത്തു കയറി, പിന്നെ ഫിറഔനും ഫിറഔനിൻ്റെ ജനതയും അവിടെ ആ കടലിൽ മുങ്ങി നശിച്ചു. ആ രാജ്യം തൗഹീദ്, ശിർക്കിൻ്റെ നേതാക്കളിൽ നിന്ന്, അല്ലെ ശിർക്ക് നിർബന്ധിച്ചിരുന്ന സ്വയം രാജാവാണ്, അള്ളാഹുവാണെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ തന്നെ ആരാധിക്കുന്നവരാക്കി ജനങ്ങളെ മാറ്റിയ ഫിറഔനും അതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഫിറഔനിൻ്റെ പട്ടാള ഭരണകൂടവും എല്ലാം അവിടെ മുങ്ങി നശിച്ചു. ഇനി അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഇത് നമ്മളോടും കൂടിയാണ്. 25, 26, 27 ആയത്തുകൾ അവരെ സംബന്ധിച്ചുള്ള ചോദ്യം. ആരെ? ഫിറഔനെ സംബന്ധിച്ച് പറയാണ്. ഈ 3 ആയത്തുകൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അള്ളാഹുവിൻ്റെ ചോദ്യം, കം തറക്കൂ, അവരെത്രമാത്രം ഉപേക്ഷിച്ചു, എത്രയാണ് അവർ ഒഴിവാക്കിയിട്ട് പോയത്? മിൻ ജന്നാത്തിൻ, തോട്ടങ്ങളായിട്ടും, വഉയൂൻ, അരുവികളായിട്ടും എത്ര അവർ ഉപേക്ഷിച്ചു, ഒക്കെ വിട്ടേച്ച് പോയില്ലേ. പിന്നെ തുടർന്ന് വസുറൂഇൻ, കൃഷിയായിട്ടും, വമഖാമിൻ, പാർപ്പിടങ്ങളായിട്ടും, കരീം, മാന്യമായ എന്ന് പറഞ്ഞാൽ നല്ല സുഖസൗകര്യങ്ങളുള്ള പാർപ്പിടങ്ങൾ, അങ്ങനെയും, വനഅ്മത്തിൻ, അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളെയും, കാനു, അവരായിരുന്നു, ഫീഹ, ആ സൗഭാഗ്യങ്ങളിൽ, അതിൽ, ഫാക്കിഹീൻ,
ആഹ്ലാദിച്ചിരുന്നവരായിരുന്നു, സന്തോഷത്തോടെ ആഹ്ലാദത്തോടുകൂടെ അനുഭവിച്ചവരായിരുന്നു അവർ. അങ്ങനെയുള്ളതെല്ലാം അവർ ഉപേക്ഷിച്ചില്ലേ? ചോദ്യം വളരെ പ്രസക്ത. ആ നാട്ടിലെ ഈജിപ്തിലെ എന്താ അടക്കി ഭരിച്ച, ഈജിപ്തിനെ മുഴുവനും അടക്കി ഭരിച്ച, ജനങ്ങളെപ്പോലും അടക്കി ഭരിച്ച, തന്നെ ആരാധിക്കുന്നവരാക്കി ജനങ്ങളെ മാറ്റിയ ഫിറഔൻ, ബനൂ ഇസ്രായേലരാണെങ്കിൽ അടിമകളാക്കി വെച്ച ഫിറഔൻ, വലിയ വലിയ സൗധങ്ങൾ പടുത്തുയർത്തിയ ഫിറഔൻ. ഹാമാനോട് പറഞ്ഞല്ലോ ഫിറഔൻ ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ വളരെ ധാർഷ്ട്യത്തോടുകൂടെ ഫിറഔൻ ചോദിച്ചില്ല, പറഞ്ഞില്ലേ ഹാമാനോട്, ഒരു വലിയ സൗധം ഉണ്ടാക്ക്, ഇഷ്ടിക കൊണ്ട് വലിയൊരു സൗധം ഉണ്ടാക്ക്, എന്നിട്ട് നല്ല ഉയരമുള്ളത്, എന്നിട്ട് ഞാൻ അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറിപ്പോകട്ടെ, കയറിപ്പോയിട്ട് ആകാശത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് ആ സൗധത്തിൻ്റെ മുകളിൽ ചെന്ന് എന്താ അമ്പര ചുംബിയായ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാനൊന്ന് നോക്കട്ടെ, പുറത്തേക്ക് ആകാശത്തേക്ക് ഞാനൊന്ന് നോക്കട്ടെ. മൂസ പറയുന്ന ഇലാഹ് അവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്, ആകാശത്തുണ്ട് എന്നല്ല പറഞ്ഞത്, അവിടെ നിന്ന് ഞാൻ മേലോട്ടൊന്ന് കയറി നോക്കട്ടെ, അതുകൊണ്ട് വലിയൊരു സ്തൂപം ഉണ്ടാക്കുക എന്ന് ഹാമാനോട് കൽപ്പിച്ച ധിക്കാരിയായ ഫിറഔൻ, അവിടുത്തെ സമ്പത്തുകൾ മുഴുവനും അടക്കി വെച്ചിരുന്ന കൈവശം വെച്ചിരുന്ന അതിൻ്റെ ഉടമയായിരുന്ന ഫിറഔൻ, എല്ലാം കഴിഞ്ഞു അവൻ്റെ കഥ ചെങ്കടലിൽ മുങ്ങി നശിച്ചു. ആ മരിക്കുന്ന സമയത്ത്, ചെങ്കടലിൽ മുങ്ങുന്ന സമയത്ത് ഫിറഔൻ തൗബ ചെയ്തു എന്നാ. ഫിറഔൻ പറഞ്ഞു ചെങ്കടലിതാ മുങ്ങി മരിക്കുകയാണ്. കാരണം ഫിറഔൻ ഇത് നേരിട്ട് കാണുന്നുണ്ടല്ലോ, അത്ഭുതങ്ങൾ പലതും ഫിറഔൻ കാണുന്നുണ്ട്. വടിയിട്ടപ്പോൾ പാമ്പായത് ഫിറഔൻ കണ്ടതാണ്, കൈ കക്ഷത്ത് വെച്ച് പുറത്തെടുക്കുമ്പോൾ അത് പ്രകാശിക്കുന്നത് ഫിറഔൻ കണ്ടതാണ്. ഇങ്ങനെയുള്ള പല അമാനുഷിക ദൃഷ്ടാന്തങ്ങളും മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തതാ. വെറും കേട്ടുകേൾവിയല്ല, കഥയല്ല, നേരിട്ട് അനുഭവിപ്പിച്ച് നേരിട്ട് കാണിച്ചു കൊടുത്തതാ. അതൊക്കെ അനുഭവിച്ചവനാ ഫിറഔൻ. എന്നിട്ടൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല, അതിനൊക്കെ കുതന്ത്രങ്ങൾ പറയുക ചെയ്തതല്ലോ. നമ്മൾ പഠിച്ചതാണ് കാര്യങ്ങളൊക്കെ. അതൊക്കെ മേജിക്കാണ്, നമുക്ക് മേജിക്കാരൊക്കെ നമ്മളെടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് മത്സരം നടത്താമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചവനാ ഫിറഔൻ. വെല്ലുവിളി സ്വീകരിച്ച് മൂസാ നബി അലൈഹി സ്വലാം. ഒക്കെ മറ്റ് സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഭാഗത്ത് കൂടുതൽ വിശദീകരിക്കാം. പക്ഷേ മേജിക്കിന് വന്നവർ, മജീഷ്യന്മാർ, ജാലവിദ്യക്കാരൊക്കെയും മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ ജാലവിദ്യയാണ്, മൂസയുടേത് ജാലവിദ്യയല്ല. അവർ മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചു. അവരെ ക്രൂരമായിട്ട് ഫിറഔൻ ശിക്ഷിച്ചു. കൈകാലുകൾ വിപരീത ദിശയിൽ ഛേദിച്ച് ജീവനോടെ, പച്ചയായ മനുഷ്യന്റെ കൈകാലുകൾ, ഇടത്തെ കൈ വലത്തെ കാൽ, ഈ രൂപത്തിൽ വിപരീത ദിശയിൽ പച്ചയായി മുറിച്ചു മാറ്റി, എന്നിട്ട് കുരിശിൽ തറച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്നു ഫിറഔൻ. അങ്ങനെ ക്രൂരനായ ഫിറഔൻ, ആ ഫിറൗനെ അതാ ചെങ്കടലിൽ മുങ്ങി മരിക്കുകയാണ്. ചെങ്കടലിൽ മുങ്ങുന്ന സമയത്ത് മരണത്തെ മുമ്പിൽ കാണുമ്പോൾ ഫിറഔൻ പറഞ്ഞു, ഇതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബനൂ ഇസ്രായേലിയർ ഏതൊരു അള്ളാഹുവിലാണോ വിശ്വസിച്ചിട്ടുള്ളത്, ആ അള്ളാഹുവിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിറഔൻ അവിടെ മുങ്ങി മരിക്കുമ്പോൾ ചെങ്കടലിൽ നിന്നിട്ട് പറയാണ്, അള്ളാഹിനോട് പറയുക, തൗബ ചെയ്യുക. അള്ളാഹ് ചോദിച്ച ചോദ്യമുണ്ട്, നിനക്ക് ഇപ്പോഴാണോ ബോധം വന്നത്, ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ സമയമായത്? ഇനി നിനക്ക് അവസരമില്ല. മരണത്തെ നേരിൽ കാണുന്ന സമയത്തുള്ള തൗബ ഉപകാരപ്പെടുകയില്ല. മരണം മുമ്പിൽ കാണുമ്പോഴുള്ള വിശ്വാസം അത് സ്വീകരിക്കുകയില്ല പടച്ചറബ്. ആവശ്യമില്ല നിന്റെ വിശ്വാസം എന്ന് തന്നെയാണ് അള്ളാന്റെ മറുപടി. അള്ളാന്റെ ചോദ്യം അതായി, ഇപ്പോഴാണടാ നിനക്ക് നേരം വെളുത്തത് എന്നാ ചോദ്യം. ഫിറൗൻ അവിടെ മുങ്ങി നശിച്ചു, ഫിറൗനും ഫിറൗനിന്റെ ജനതയും. വർഷങ്ങൾക്ക് ശേഷം ഫിറൗനിന്റെ ഭൗതിക ശരീരം ആ ചെങ്കടലിൽ നിന്ന് കേടുപാട് വരാതെ പുറത്തെടുത്തു. ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനെന്നോ, ഒരു പാഠം എന്ന നിലക്ക്, നിഷേധികൾക്കൊരു പാഠം, സത്യവിശ്വാസികൾക്കൊരു ഗുണപാഠം എന്ന നിലക്ക് ഇന്നും സംരക്ഷിച്ചിരിക്കുകയാണ്. ഇന്നും സംരക്ഷിച്ചിരിക്കുക മ്യൂസിയത്തിൽ. അതാണ് ഫറവോൻ. ആ ഫിറൗനോടാണ് ചോദിക്കുന്നത് പടച്ചറബ്, എത്രയെത്ര തോട്ടങ്ങളാണ് അവർ ഉപേക്ഷിച്ചു പോയത്, എത്രയെത്ര അരുവികളുണ്ടായിരുന്നു അവർക്ക്, തോട്ടങ്ങളിലെ അരുവികൾ ഉണ്ടായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ അവർക്കൊരുപാട് കൃഷി ഉണ്ടായിരുന്നു, ഒരുപാട് മാന്യമായ അല്ലെങ്കിൽ പ്രൗഢമായ കെട്ടിടങ്ങൾ അവർക്കുണ്ടായിരുന്നു, മണിമാളികകൾ ഉണ്ടായിരുന്നു. എത്രയെത്ര അനുഗ്രഹങ്ങളിലാണ് അവർ വിരാജിച്ചിരുന്നത്. എല്ലാം അനുഭവിച്ച് ജീവിച്ച് സുഖലോലുപന്മാരായി ജീവിച്ച് എല്ലാം ഉപേക്ഷിച്ചില്ലേ, എല്ലാം പോയില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ. അതെ, നമുക്കൊരു പാഠ. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മളോടും കൂടി ആ പടച്ചറബ് ചോദിക്കുന്നു ചോദ്യം, എന്തൊക്കെ ഇവർ ഉപേക്ഷിച്ചു പോയി? നിങ്ങളും നമ്മളും എല്ലാം ഉപേക്ഷിച്ചു പോകും അല്ലേ? വലിയ കട്ടിലിൽ കിടന്നവരാ നമ്മൾ, വലിയ വലിയ സൗധങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവരാ, ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാ, കൊട്ടാര സമാനമായ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. എല്ലാം വിട്ടുപോകും, എല്ലാം ഉപേക്ഷിക്കും. ഈ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നതോടുകൂടി
എല്ലാ തിരക്കും ഒഴിഞ്ഞ് ഇപ്പം നമുക്ക് തിരക്കാ. ഒന്നിനും നേരല്ല, ഒരു ദീനീ കാര്യത്തിന് നേരല്ല, ഖുർആൻ പഠിക്കാൻ നേരല്ല. എന്നാലും പഠിപ്പിച്ചു തരുന്നവരുണ്ട്, അതൊന്ന് കേൾക്കാൻ നേരണ്ടോ? നേരല്ല. കയ്യിൽ ഫോണുണ്ട്, അതൊന്ന് തുറന്നു നോക്കാൻ നേരണ്ടോ? നേരല്ല. ഒന്നിനും സമയമല്ല. നല്ലത് പഠിക്കാൻ നേരല്ലെന്ന്. അതിനുവേണ്ടി സമയം ദിവസത്തിൽ ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കാൻ, ഒരു അരമണിക്കൂർ മാറ്റിവെക്കാൻ, 24 മണിക്കൂറുള്ളതിൽ ഒരു അരമണിക്കൂർ നേരം അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നമുക്ക് സമയമല്ല. ധൃതിയാണ്, തിരക്കാണ്, ജീവിതത്തിൻ്റെ നട്ടോട്ടാണ്. അവസാനത റൂഹ് പിരിയുന്ന ഒരു സമയം എല്ലാവർക്കും വരാനിരിക്കുന്നതാ. അന്നാണ് പടച്ചറബിൻ്റെ ഒരു ചോദ്യം. ഈ ചോദ്യം നമ്മളോടും കൂടിയാ. എന്തൊക്കെ നീ ഉപേക്ഷിച്ചടോ നിന്റെ ജീവിതത്തിൽ? നിനക്ക് വലിയ കൊട്ടാരങ്ങളില്ലായിരുന്നോ? നമ്മളോടാ ചോദിക്കുന്നത് മരണസമയത്തെ. നിനക്ക് വലിയ സുഖ സൗകര്യങ്ങളുള്ള വീടുകളില്ലായിരുന്നോ? ഒരുപാട് കൃഷിസ്ഥലം നിനക്കില്ലായിരുന്നോ? ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ നിനക്കില്ലായിരുന്നോ? മക്കളില്ലായിരുന്നോ? കുടുംബക്കാരില്ലായിരുന്നോ? എല്ലാം നിനക്കില്ലായിരുന്നോ? ഒക്കെ എവിടെ പോയി ഇപ്പം നിനക്ക്? ഈ റൂഹ് നിന്റെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ അത് പിരിയാതിരിക്കാൻ, അതിനെ പിടിച്ചു വെക്കാൻ ആരാ നിനക്കുണ്ടായത്? നിന്റെ സ്വത്ത് നിനക്ക് ഉപകരിച്ചോ? നിന്റെ മാളികകൾ നിനക്ക് ഉപകരിച്ചോ? നിന്റെ കുടുംബക്കാർ നിനക്ക് ഉപകരിച്ചോ? നിന്റെ അധികാരങ്ങൾ നിനക്ക് ഉപകരിച്ചോ? എന്താ നിനക്കുള്ളത്? എന്താ നിനക്ക് ബാക്കിയുള്ളത്? എന്തൊക്കെ നീ ഉപേക്ഷിച്ചു? ഇല്ലേ? എല്ലാം പോയടോ, എല്ലാം പോയി. ഇനി തിരിച്ചു വന്നോ എൻ്റെ അടുത്തേക്ക് എന്നാ പടച്ചറബിൻ്റെ ചോദ്യം. വിളിക്കുകയാണ് പടച്ചറബ്, വന്നോ ഇങ്ങോട്ട്? എല്ലാം ഞാൻ അവിടെ മാറ്റി വെച്ചാളാ. ഇനിയൊരു തിരക്കും പറയണ്ട, നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. അല്ലേ? ഈ ഒരു അവസ്ഥ വരാണ്ട്. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം. എത്രയെത്ര കൃഷികളും മാന്യമായ പാർപ്പിടങ്ങളും അവർ ഉപേക്ഷിച്ചു. വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. അവർ ആഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ അവർ വിട്ടേച്ചു പോയി. പാഠമാണ് കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളെ. 28-ാമത്തെ ആയത്തിൽ അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഈ സംഭവം വിവരിച്ചു കഴിഞ്ഞ ശേഷം, ഈ സംഭവം ഫിർഔനിൻ്റെ അന്ത്യം വിശദീകരിച്ചു കഴിഞ്ഞ ശേഷം പടച്ചോൻ പറയുകയാണ്, കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. കദാലിക, അങ്ങനെയാണ് അത് കലാശിച്ചത്. എന്ത്? ഫിർഔന്റെ അധികാരത്തിലുണ്ടായിരുന്നത് സർവ്വതും ഒക്കെ പോയി എന്നല്ലേ പറഞ്ഞത്? ഇല്ലേ? ഒക്കെ വിട്ടേച്ച് പോയില്ലേ എന്നല്ല അള്ളാഹ് ചോദിച്ചത്. എന്നിട്ട് കദാലിക, അപ്രകാരം അതിൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു, എല്ലാം വിട്ടേച്ചു പോയി. വഔറസ്നാഹ, നമ്മളത് അനന്തരമായി നൽകി, അനന്തരമായി നാം അവകാശപ്പെടുത്തി കൊടുത്തു. ഖൗമൻ, ഒരു ജനതക്ക്, ആഖരീൻ, മറ്റൊരു ജനതക്ക്, വേറെ ഒരു ജനതക്ക്. അപ്പൊ എന്താ പടച്ചോൻ പറയുന്നത്? ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച് ഇതുവരെ ആസ്വദിച്ചിരുന്ന ആ കെട്ടിടം, അല്ലേ, അല്ലെങ്കിൽ ആ കൊട്ടാരം, ആ ഫിറഔനിൻ്റെ കൊട്ടാരം, ഫിറഔനിൻ്റെ കാലം കഴിഞ്ഞു, അവനെ മുങ്ങി നശിച്ചു. ആ കെട്ടിടം, അവൻ്റെ കൊട്ടാരം, അവൻ ഇന്നലെ വരെ കിടന്നുറങ്ങിയ അവൻ്റെ ആ കിടപ്പുമുറി, അവൻ്റെ സിംഹാസനം, അതിതാ പോയി നിനക്ക്. ഇന്നവിടെ വേറെ ആൾ വന്നു. ഇന്നവിടെ വേറൊരാളാണ് കിടന്നുറങ്ങുന്നത്. നീ ഉണ്ടാക്കിയ കൊട്ടാരം ആസ്വദിക്കുന്നത് ഇന്ന് വേറൊരു ജനതയാണ്. ഓരോന്നും നീ ആവശ്യപ്പെട്ട് നിന്റെ കൽപ്പന പ്രകാരം നിനക്ക് വേണ്ടി ഇറക്കിയ കൃഷി, അത് വിളവെടുക്കുന്നത് നീയല്ല, മറ്റൊരു ജനതയാണത് വിളവെടുക്കുന്നത്. എല്ലാം പോയി, എല്ലാം പോയി. നിൻ്റെത് ഖജനാവുകളുടെ താക്കോല് നീ പൂട്ടി വന്നിട്ടുള്ള ആ ഖജാനയുണ്ടല്ലോ, അവിടെ വെച്ചിട്ടുള്ള ആ താക്കോലുണ്ടല്ലോ, ആ താക്കോൽ എടുക്കുന്നത് നീയല്ല, വേറൊരാൾ വന്നിട്ട് ആ താക്കോലെടുത്ത് നിന്റെ ഖജനാവ് തുറക്കും. നീ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിക്കട്ടികൾ, സ്വർണ്ണക്കട്ടികൾ, നാണയങ്ങൾ എല്ലാം മറ്റൊരാൾ അതെടുത്തു കൊണ്ടുപോകും. കദാലിക്, അങ്ങനെയാണല്ലോ അത് കലാശിച്ചത്. അങ്ങനെയാണ് സഹോദരങ്ങളെ അത് കലാശിക്കുന്നത്. വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, മറ്റൊരു ജനതക്ക് നാം അത് നൽകും, അവകാശപ്പെടുത്തി കൊടുക്കും അല്ലാഹു. എല്ലാം നമ്മുടേതും അങ്ങനെ തന്നെ. നമ്മൾ നേടിവെച്ചിട്ടുള്ള കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന എസ്റ്റേറ്റിൻ്റെ ഉടമകളുണ്ട്, നല്ലത് തന്നെ, അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അതും അവർക്ക് ഖൈർ തന്നെയാണ്. അങ്ങനെ കണ്ണെത്താത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന വിശാലമായ എസ്റ്റേറ്റ്, ആ പേപ്പർ, അതിൻ്റെ ആധാരം, അതിൻ്റെ പ്രമാണം, ആ പ്രമാണത്തിന് മാറ്റം വരികയാണ്. ഈ മരണപ്പെട്ടു പോയ ഇന്ന വ്യക്തിയുടെ പിന്തുടർച്ചാവകാശികളായ ഇന്നവരിലേക്ക് ഇത് വന്നു ചേർന്നിരിക്കുന്നു എന്ന് എഴുതി ചേർക്കുകയാണ്. നോക്കണം നമ്മൾ. അതിൻ്റെ നികുതിച്ചീട്ട് മാറുകയാണ്, പേര് മാറുകയാണ്. ആ പേര് വെട്ടി, നേരത്തെയുള്ള പേര് വെട്ടി, എൻ്റെയും നിങ്ങളുടെയും പേര് വെട്ടി അവിടെ മറ്റൊരാളുടെ പേര് എഴുതി ചേർക്കുകയാണ്. ആലോചിക്കണം, ഇതാണ് വരാൻ പോകുന്നത്. പിടിച്ചടക്കി വെച്ചിട്ട്, സ്വരൂപിച്ച് വെച്ചിട്ട്, കുന്നുകൂട്ടി വെച്ചിട്ട് ഒന്നും ഉപകരിക്കില്ല. കദാലിക്,
അപ്രകാരം തന്നെ അതിൻ്റെ പര്യവസാനം അങ്ങനെയായിരിക്കും. നാം അത് അടുത്ത തലമുറക്ക്, അതിൻ്റെ പിന്തുടർച്ചാവകാശികൾക്ക് അല്ലെങ്കിൽ പിന്മുറക്കാർക്ക് നമ്മളത് അനന്തരമായിട്ട് നൽകും. പിന്നെ പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട് 29 ആയത്തിലെ, അത് വല്ലാത്തൊരു വാക്കാണ്, നമുക്ക് മനസ്സിലാക്കാം. 29 ആയത്തിൽ അല്ലാഹ് പറയാ, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. അപ്പോൾ, മാ ഉണ്ടായില്ല, ബക്കത്ത് കരഞ്ഞില്ല. ഫമാ ബക്കത്ത് അപ്പോൾ കരഞ്ഞില്ല. എപ്പോൾ? ഫിറഔനിൻ്റെ കൂട്ടാളികളും ആ ചെങ്കടലിൽ മുങ്ങി മരിച്ചപ്പോൾ ഫമാ ബക്കത്ത് കരഞ്ഞില്ല, ആരും കരഞ്ഞില്ല. അവന് വേണ്ടി കണ്ണീരൊഴിക്കാൻ, ഫിറഔനിന് വേണ്ടി, ഫിറഔനിൻ്റെ ജനതയ്ക്ക് വേണ്ടി, ഫിറഔനിൻ്റെ കിങ്കരന്മാർക്ക് വേണ്ടി, ഫിറഔനിൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടി അല്ലേ, ആരും കരയാനുണ്ടായില്ല. ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ, അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അസ്സമാഉ ആകാശം കരഞ്ഞില്ല. വൽ അർളു ഭൂമിയും കരഞ്ഞില്ല. വമാ കാനൂ അവരായിരുന്നില്ല മുൻദറീൻ ഇടം കൊടുക്കുന്നവരുമായിരുന്നില്ല, അഥവാ സാവകാശം നൽകപ്പെടുന്നവരുമായിരുന്നില്ല. വല്ലാത്തൊരു വാക്കാ പടച്ചോൻ പറഞ്ഞത്. എന്താ അവിടെ പറഞ്ഞത്? അവർക്ക് വേണ്ടി ആകാശമോ ഭൂമിയോ കരയാനുണ്ടായില്ല, അവർക്ക് ആശ്വാസം കൊടുക്കാൻ ആരുമുണ്ടായില്ല. അല്ലാഹു പറഞ്ഞതേ, ഈ വലിയ വലിയ ആൾക്കാരായിരുന്നു ഇവർ. അവിടെ ഈജിപ്തിനെ അടക്കി ഭരിച്ച ആൾക്കാരായിരുന്നു ഇവരൊക്കെ. അതിദയനീയമായി ആ ചെങ്കടലിൽ മുങ്ങി മരിച്ചിട്ട് അവർക്ക് വേണ്ടി ഒന്ന് കരയാൻ പോലും ആളുണ്ടായില്ല എന്നാ. അങ്ങനെ ഉണ്ടല്ലോ, ഉറ്റവരും ഉടയവരും വലിയ ആൾക്കാരൊക്കെ അല്ലേ, വലിയ 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 മനുഷ്യന്മാരല്ലേ, വലിയ നേതാക്കളായിരുന്നില്ലേ, ആ കരയാൻ പോലും ആരുണ്ടായില്ല. അല്ലാഹ് പ്രയോഗിച്ചതെന്താ? ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. എന്താണ് ആ പ്രയോഗം? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്? ഒരുപാട് വിശദീകരണങ്ങൾ ഇതിൽ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ അടിമക്കും ആകാശത്തിൽ നിന്ന് 2 വാതിലുണ്ടാവുമെന്ന. എന്താ പറഞ്ഞത്? ആകാശലോകത്തേക്ക് 2 വാതിൽ ഓരോ അടിമക്കും, അതായത് ഓരോ മനുഷ്യനും ഉണ്ടാകും. അടിമ പറഞ്ഞ മനുഷ്യൻ തന്നെ, അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. 2 വാതിലുണ്ടാവും. ഒരു വാതിൽ, ആ വാതിലിലൂടെയാണ് അവന് ഉള്ള ഭക്ഷണങ്ങൾ, ഉപജീവന മാർഗങ്ങൾ അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ മനുഷ്യന് കിട്ടുന്ന ഒരു ബാബുണ്ട്, ഒരു വാതിലുണ്ട് ആകാശത്തുനിന്ന് എല്ലാവർക്കും. മറ്റൊരു വാതിലുണ്ട്, ആ വാതിലിലൂടെയാണ് അവൻ്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അങ്ങനെ 2 വാതിൽ ഓരോരുത്തർക്കും വേണ്ടി ആകാശലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി ആ 2 വാതിലുകളും അടയപ്പെടും. ഇനി അവന് ഉപജീവനം ആവശ്യമില്ല, അതുകൊണ്ട് ഉപജീവനത്തിൻ്റെ വാതിൽ അവിടെ കൊട്ടിയടക്കപ്പെടും. ഇനി അവൻ്റെ സൽക്കർമ്മങ്ങൾ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നില്ല, അതുകൊണ്ട് ആ വാതിലും കൊട്ടിയടക്കപ്പെടും. അങ്ങനെ കൊട്ടിയടക്കുന്ന സമയത്ത് ആകാശം കരയുമെന്ന, എന്നിലുണ്ടായിരുന്ന ഈ നല്ല മനുഷ്യന് വേണ്ടി എന്നിലൂടെ നൽകപ്പെട്ടിരുന്ന വിഭവങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇനി അവനിലേക്ക് എത്തുന്നില്ലല്ലോ, അവൻ്റെ സൽക്കർമ്മങ്ങൾ എന്നിലൂടെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടത് ഇനി ഉയരുകയില്ലല്ലോ എന്ന സങ്കടത്തിൽ ആകാശം കരയുമെന്നാണ് ഓരോ സത്യവിശ്വാസിക്കും വേണ്ടി. എന്നാൽ ഇതേപോലെ ഫിറഔനെ പോലെ കിങ്കരന്മാരായ മനുഷ്യർക്ക് വേണ്ടി അവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള വാതിൽ അവിടെ സംവിധാനിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിച്ചിരുന്നതും ആകാശത്തെ സംബന്ധിച്ച് തുല്യമാണ്, മരിച്ചതും ആകാശത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആകാശലോകത്തിന് അവൻ്റെ മരണത്തിൽ ഒരു ദുഃഖവുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആകാശം കരയുന്നില്ല എന്ന, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്ത ശേഷം സ്വഹാബത്തിന് വിശദീകരിച്ച് കൊടുത്തിട്ട് ഈ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിക്കേൾപ്പിച്ചു എന്നാ. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൾപ്പിച്ചു. ഇതാണ് ഫമാ ബക്കത്ത്, ഈ ആയത്തിൻ്റെ വിശദീകരണം എന്ന് മുഫസ്സിറുകളിൽ പലരും വിശദീകരിച്ചിട്ടുണ്ട്. അധിക മുഫസ്സിറുകളും ഈ തരത്തിലാണ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് മറ്റു ചില വ്യാഖ്യാനങ്ങളും വേറെയുമുണ്ട്. ഈ 29 ആയത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനം, ഇതൊരു ആലങ്കാരിക പ്രയോഗമായിരിക്കുമെന്നാണ്. ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും കരയുക എന്ന അർത്ഥത്തിലല്ല. അവർക്ക് വേണ്ടി സഹതപിക്കാൻ ഇവിടെ ആകാശലോകത്ത് ആരുമുണ്ടായില്ല. മലക്കുകൾ, അസംഖ്യം മലക്കുകൾ വാനലോകത്തുണ്ട്. അവരാരും ഇവർക്ക് വേണ്ടി ഒന്ന് സങ്കടപ്പെടാനുണ്ടായില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപാട് ജനങ്ങളുണ്ട്, ഭൂമിയിൽ ഒരു മനുഷ്യനും അവർക്ക് വേണ്ടി കരയാനുണ്ടായില്ല
എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഫമാ ബക്കത്ത് അലൈഹിമുസ്സമാ എന്ന് പറഞ്ഞാൽ ഫമാ ബക്കത്ത് അലൈഹിം അഹ്ലുസ്സമായി വ അഹ്ലുൽ അർളി എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന്. അതായത് ആകാശലോകത്തുള്ളവരോ ഭൂമി ലോകത്തുള്ളവരോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ആകാശം കരയാന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളവർ, ഭൂമി കരയാന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളവർ കരഞ്ഞില്ല. സഹതാപില്ല, അവരോട് യാതൊരു സഹതാപവുമില്ല. ഇങ്ങനത്തെ ഭൂമിക്ക് ഭാരമായിരുന്ന ചിലർ ഭൂമിയിൽ നിന്ന് ഒഴിവായി കിട്ടിയതിലുള്ള സന്തോഷമാണുള്ളതെന്ന് ആരും കരയാനുണ്ടായില്ല. അങ്ങനെ ഇതിൻ്റെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ ചിലത്തും ഇതിനെ പ്രയോഗിക്കുന്നുണ്ട്. സാധാരണ വലിയ വലിയ ആൾക്കാർ മരിച്ചാൽ ഒരു പ്രയോഗമുണ്ട്, അതിന്നല്ല മുമ്പ് മുതലേ ഉണ്ട്, പൗരാണിക കാലം മുതലുണ്ട്. അറബി സാഹിത്യത്തിൽ പൗരാണിക സാഹിത്യം, ജാഹിലിയ സാഹിത്യമൊക്കെ നോക്കിയാൽ നമുക്കതിൽ കാണാൻ സാധിക്കും. വലിയ മഹാന്മാരൊക്കെ മരണപ്പെട്ടാൽ ആകാശം അവർക്ക് വേണ്ടി ഇരുട്ടായി, ചന്ദ്രൻ അവർക്ക് വേണ്ടി മങ്ങിയതായി, നക്ഷത്രങ്ങൾ ഈ മഹാനു വേണ്ടി ശോഭയില്ലാതെയായി എന്നൊക്കെ പറയാറുണ്ട്. ഒരു ആലങ്കാരിക പ്രയോഗം. സൂര്യനൊരു കുറവുണ്ടാവില്ല, ചന്ദ്രൻ്റെ പ്രഭക്കൊരു കുറവുണ്ടാവില്ല, നക്ഷത്രങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും മേഘമൊന്നും മൂടിയിട്ടില്ലെങ്കിൽ. ഇങ്ങനെ ചില പ്രയോഗങ്ങൾ പ്രയോഗിക്കാറുണ്ട്. അതൊരു ആലങ്കാരിക പ്രയോഗം. അത്ര മഹാന്മാരായിരുന്നു ഇവർ, അവരുടെ മഹത്വം കാരണം ഇത്ര വലിയൊരു മഹാനായ ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയത്, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതിൽ ആകാശ നക്ഷത്രങ്ങൾ പോലും ദുഃഖം പ്രകടിപ്പിച്ചു, സൂര്യചന്ദ്രന്മാർ ദുഃഖം പ്രകടിപ്പിച്ചു എന്നുള്ള പ്രയോഗം ആലങ്കാരികം. അതേപോലെയുള്ള ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് ഇത്. ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ അതിന് പോലും ഒരു അർഹത അവർക്കില്ലാതെയായിപ്പോയി. ഒരാകാശത്തിന് ഭൂമിക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്താനുള്ള അർഹത പോലും ഇവർക്ക് ഇല്ലാതെയായിപ്പോയി. അത്ര നിസ്സാരന്മാരും നിന്ദ്യരുമായ അവസ്ഥയിൽ ഇവർ ജീവിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില വിശദീകരണങ്ങളുണ്ട്. പിന്നെ വേറെയും ചില വിശദീകരണങ്ങളുണ്ട്. അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് എന്ന്. അവർക്ക് വേണ്ടി ഒന്ന് കരയാൻ ആകാശമോ ഭൂമിയോ ഉണ്ടായിട്ടില്ല, അത് അള്ളാഹുവിൻ്റെ പരിഹാസ. ഇത്രയും നിന്ദ്യരാണ് ഇവർ, അത്ര നിസ്സാരയായ നിന്ദ്യരായ പരിഹാസപാത്രമായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് എല്ലാവരാലും വെറുക്കപ്പെട്ടവരായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നു. എന്താ പറഞ്ഞത്, വളരെ മോശമായ ഒരവസ്ഥയിൽ വലിയ ആളാണെന്ന് വിചാരിച്ച് വലിയ ഉന്നതങ്ങളിൽ കയറിയിരുന്ന ആൾക്കാർ ഒന്നിനും പറ്റാത്ത നിന്ദ്യരും പതിതരുമായിട്ട് നിസ്സാരമായിട്ട് വല്ല കന്നുകാലികൾ മരിച്ചു പോകുന്നത് പോലെ അത്ര പോലും പരിഗണിക്കപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് അവർ നാമാവശേഷമായി പോയി എന്ന പരിഹാസമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഈ ആയത്തിന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏതുമാകട്ടെ, ആ ഫിറഔനിൻ്റെ ആൾക്കാരുടെയും അന്ത്യം അതിദയനീയമായിരുന്നു എന്നതൊരു വസ്തുതയാണ്. അതിദയനീയം. മൂസാ നബി അലൈഹിസ്സലാമിനെയും ആ ഇസ്രായേൽ ജനതയെയും പിടിക്കാൻ സർവായുധ വിഭൂഷിതരായി വന്ന ആ പടയാളികൾ മുഴുവനും നിഷ്ഠൂരമായി ആ ചെങ്കടലിൽ മുങ്ങി നശിച്ചു എന്ന ചരിത്ര യാഥാർത്ഥ്യം അത് വലിയൊരു പാഠമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ദുനിയാവിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതൊക്കെ പോകും, നമുക്ക് എല്ലാം വിട്ടേച്ച് നമ്മൾ പോകണം. നമുക്കാകെയുള്ളത് 6 അടി മണ്ണാണ്. ഖബറിൻ്റെ അടിയിലുള്ള മണ്ണ് വിശാലമായി കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ ഇടുങ്ങിയ ഒരു ഖബറിടമാണ് നമുക്ക് ബാക്കി നിൽക്കുന്നത്. ഒക്കെ നമ്മളോട് ഉപേക്ഷിക്കും. എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നമ്മൾ സംഭരിച്ച് വെച്ചാലും സമ്പാദിച്ച് വെച്ചാലും 3 കണ്ടം തുണിയല്ലാതെ മറ്റൊന്നും നമുക്ക് കൊണ്ടുപോകാനില്ല എന്ന് ഓർക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അവൻ്റെ കൽപ്പനകൾ പാലിക്കുക, അള്ളാഹുവിൻ്റെ മുത്തഖികളായി ജീവിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, പ്രാർത്ഥനകൾ അള്ളാഹുവിൽ മാത്രം സമർപ്പിക്കുക, അള്ളാഹുവിൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളായി ജീവിക്കുകയും മുത്തഖികളും മുഅ്മിനുകളായിട്ട് മരിക്കാനും പ്രവർത്തിക്കുക, അതിന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സത്യസന്ധന്മാരായ അടിമകളിൽ, മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.